നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ 1400-ലധികം വർഷം പഴക്കമുള്ളൊരു ഗ്രന്ഥം എങ്ങനെയാണ് ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളെയും കോടതി നടപടികളെയും സ്വാധീനിക്കുന്നതെന്ന്? നമുക്ക് മുസ്ലിം നിയമത്തിന്റെ ഈയൊരു യാത്രയുടെ ഉറവിടങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതെ, ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഈ ചർച്ചയുടെയെല്ലാം കാതൽ. കാരണം ഇത് വെറുമൊരു ചരിത്രം പറച്ചിലല്ല, മറിച്ച് ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ഓരോ ദിവസവും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സജീവമായ ഒരു നിയമവ്യവസ്ഥയുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈയൊരു വിശകലനത്തിൽ 5 ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ദൈവീക ഗ്രന്ഥത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ പ്രവാചകന്റെ പാതയിലൂടെയും പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ ഇന്നത്തെ ആധുനിക നിയമനിർമ്മാണങ്ങളിലേക്ക് എത്തും. ഇതൊരു സമ്പൂർണ്ണ യാത്രയായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടത്തിൽ നിന്നാണ്: ഖുർആൻ. മുസ്ലിം നിയമവ്യവസ്ഥയുടെ ആണിക്കല്ലെന്ന് പറയാം. അതിന്റെ പരമമായ അധികാര കേന്ദ്രവും ഖുർആൻ തന്നെയാണ്. ഖുർആൻ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് നമുക്ക് നൽകുന്നത്. വിവാഹം, കുടുംബം, അനന്തരാവകാശം, കച്ചവടം, ഇതിലൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഖുർആൻ ഒരു സമ്പൂർണ്ണ നിയമപുസ്തകമല്ല. ജീവിതത്തിൽ വരുന്ന എല്ലാ പുതിയ പ്രശ്നങ്ങൾക്കും അതിൽ നിന്ന് നേരിട്ട് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു വിടവ് നികത്താനാണ് അടുത്ത ഉറവിടം വരുന്നത്. അപ്പോൾ ഖുർആനിലെ തത്വങ്ങളെ എങ്ങനെ ജീവിതത്തിൽ പകർത്തും? ഈ ഒരു ചോദ്യത്തിനുത്തരമായിട്ടാണ് ആദ്യകാല മുസ്ലിംകൾ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, ഇതെല്ലാമാണ് സുന്നത്ത് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ പ്രധാന നിയമ ഉറവിടം. ഇതിനൊരു കിടിലൻ ഉദാഹരണമുണ്ട്. നമസ്കാരം തന്നെ. പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അതാണ് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എത്ര റകഅത്ത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, ഈ വിശദാംശങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് പ്രവാചകചര്യയിൽ നിന്നാണ്. അപ്പോൾ സുന്നത്ത് ഖുർആന്റെ ഒരു പ്രാക്ടിക്കൽ ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നു. ഈ പ്രവാചകചര്യയെ നമുക്ക് പ്രധാനമായും 3 തിരിക്കാം. 1. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. 2. അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ച കാര്യങ്ങൾ. പിന്നെ 3-ാമത്തേത് മറ്റുള്ളവരൊരു കാര്യം ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹം അതിനെ എതിർക്കാതെ മൗനമായി അംഗീകരിച്ച കാര്യങ്ങൾ. ഈ 3ഉം നിയമത്തിന്റെ ഉറവിടങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ പ്രവാചകന്റെ മരണശേഷം ഒരു വലിയ ചോദ്യം ഉയർന്നുവന്നു. ഇനി പുതിയ പ്രശ്നങ്ങൾ വന്നാൽ എന്തു ചെയ്യും? ഖുർആനിലും സുന്നത്തിലും നേരിട്ട് പരാമർശമില്ലാത്ത ഒരു വിഷയം വന്നാൽ എങ്ങനെ പരിഹരിക്കും? അവിടെയാണ് പണ്ഡിതന്മാർക്ക് വലിയൊരു റോള് വരുന്നത്. അവരുടെ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഇജ്മാ, ഖിയാസ് എന്നിവ. ഇജ്മാ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷെ സംഭവം സിമ്പിളാണ്. ഒരു പുതിയ വിഷയത്തിൽ നിയമം കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരൊരു പൊതുവായ തീരുമാനത്തിലെത്തും. ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായ ഐക്യമാണ് ഇജ്മാ. ഇത് പിന്നീട് ഒരു നിയമമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടും. പക്ഷേ അപ്പോൾ ചോദ്യം വരും, അല്ലേ? അന്നൊന്നുമില്ലാതിരുന്ന ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ലഹരിമരുന്നുകളുടെ കാര്യമോ അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ വിഷയങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും? ഇതിനൊരു പുതിയ ഉപകരണം ആവശ്യമായി വന്നു. അവിടെയാണ് അടുത്ത ടൂൾ വരുന്നത്: ഖിയാസ്. അതായത് സാമ്യത വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഖുർആനിലോ സുന്നത്തിലോ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം വരാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് പണ്ഡിതന്മാർ പഠിക്കും. എന്നിട്ട് അതേ കാരണം വരുന്ന പുതിയൊരു വിഷയത്തിനും അതേ നിയമം ബാധകമാക്കും. നമുക്കേറ്റവും പ്രശസ്തമായ ഉദാഹരണം തന്നെ നോക്കാം. ഇത് ഖിയാസിനെ വളരെ വ്യക്തമാക്കുന്നൊരു ഉദാഹരണമാണ്. സ്റ്റെപ്പ് 1: ഖുർആൻ വീഞ്ഞു വിലക്കുന്നു. സ്റ്റെപ്പ് 2: എന്തുകൊണ്ടാണ് വിലക്കിയത്? കാരണം അതിന് ലഹരിയുണ്ട്. അതാണ് അടിസ്ഥാന കാരണം. സ്റ്റെപ്പ് 3: ഒരു പുതിയ വിഷയം വരുന്നു, ഇന്നത്തെ കാലത്തെ ലഹരി മരുന്നുകൾ. സ്റ്റെപ്പ് 4: ഈ പുതിയ ലഹരി മരുന്നുകൾക്കും വീഞ്ഞിനും പൊതുവായൊരു കാര്യമുണ്ട്, രണ്ടും ലഹരിയുണ്ടാക്കും. അതുകൊണ്ട് വീഞ്ഞിന്റെ നിയമം പുതിയ ലഹരി മരുന്നുകൾക്കും ബാധകമാകും. കണ്ടില്ലേ? ഇത് നിയമത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് വളരാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ടൂളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് പ്രധാനമായും ഗ്രന്ഥങ്ങളെയും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെയുമാണ്. എന്നാൽ നിയമം അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ചില നല്ല ആചാരങ്ങളുണ്ടാകും. അതിനും നിയമത്തിലൊരു സ്ഥാനമുണ്ട്. ഇതിനെയാണ് ഉർഫ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഏതൊരു ആചാരത്തെയും നിയമമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ ആചാരം ഖുർആനിലെയും സുന്നത്തിലെയും അടിസ്ഥാന തത്വങ്ങൾക്കെതിരാകാൻ പാടില്ല. അതോടൊപ്പം അത് സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്നതും യുക്തിക്ക് നിരക്കുന്നതുമായിരിക്കണം. കാലം മുന്നോട്ടു പോയപ്പോൾ, പ്രത്യേകിച്ച് കൊളോണിയൽ കാലഘട്ടമൊക്കെ വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മാറി.
ആധുനിക ഭരണകൂടങ്ങളും കോടതികളും വന്നതോടെ മുസ്ലിം നിയമത്തിലേക്ക് പുതിയ ചില ഉറവിടങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്ത്യ പോലൊരു രാജ്യത്ത് ആ പഴയ ഉറവിടങ്ങളുടെ കൂടെ തന്നെ പുതിയ 3 കാര്യങ്ങൾ കൂടി മുസ്ലിം വ്യക്തി നിയമത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. 1. ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കോൺഷ്യൻസ്, അതായത് നീതിയുടെയും ന്യായത്തിന്റെയും പൊതുവായ തത്വങ്ങൾ. 2. ജുഡീഷ്യൽ പ്രസിഡൻസ്, അതായത് കോടതികളുടെ മുൻകാല വിധികൾ. പിന്നെ 3-ാമത്തേത് ലെജിസ്ലേഷൻ, അതായത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ. ഇവയൊക്കെ ഇന്ന് നിയമത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് ഈ നിയമങ്ങളെ സ്വാധീനിച്ചതെന്ന് നോക്കിയാൽ നമുക്ക് ഈ ടൈം ലൈൻ കാണാം. ഓരോ നിയമത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് 1939 നിയമം മുസ്ലിം സ്ത്രീകൾക്ക് കോടതി വഴി വിവാഹമോചനം നേടാനുള്ള കൂടുതൽ അവകാശങ്ങൾ നൽകി. അതുപോലെ 1986 നിയമം വിവാഹമോചിതരായ സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചു. അപ്പോൾ വഖഫ് സ്വത്തുക്കൾ മുതൽ കുടുംബകാര്യങ്ങളിൽ വരെ പാർലമെന്റിന്റെ നിയമനിർമ്മാണം വ്യക്തിനിയമത്തെ നിരന്തരം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? മുസ്ലിം നിയമമെന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ ഉറച്ചുപോയ ഒന്നല്ല. അതൊരു ഡൈനാമിക് സിസ്റ്റമാണ്, ഒരു കെട്ടിടം പോലെയാണ്. അതിന്റെ അടിത്തറ ഖുർആനാണ്. പക്ഷേ 1400 വർഷങ്ങൾക്കിടയിൽ പല നിലകളും കൂട്ടിച്ചേർക്കലുകളും വന്നിട്ടുണ്ട്. അത് ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പൊരു ചോദ്യം. നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചർച്ച ചെയ്ത ഈ പുരാതന ഉറവിടങ്ങളും പുതിയ നിയമനിർമ്മാണ രീതികളും എങ്ങനെയായിരിക്കും ഒരുമിച്ച് ചേർന്ന് നിയമത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഈ നിയമവ്യവസ്ഥയുടെ മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുക. നന്ദി.